വളർത്തിട്ടും ഇതിന്റെ ഗുണം നാട്ടിലില്ലാത്തത്. കാരണം നമ്മുടെ കുട്ടികളെല്ലാം നല്ല കുട്ടികളാ, ദൈവത്തിന്റെ മക്കളാ. പിന്നെ അത് കലിയുടെ മക്കളായി പോകുന്ന കാരണം നമ്മുടെ ബന്ധങ്ങൾ ആർദ്രമാവണം. ഈ ആർദ്രതയാണ് ഇതിഹാസ കൃതികളിലൂടെ മഹാഋഷിപുങ്കവന്മാർ നമുക്ക് പറഞ്ഞു തന്നത്. ആർദ്രതയാണ്. യശോദയും കൃഷ്ണനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആർദ്രതയല്ലേ അല്ലേ? കുട്ടി പറഞ്ഞാലും കേൾക്കുന്ന അച്ഛനായിരുന്നല്ലേ നന്ദഗോപൻ അല്ലേ? കുട്ടികൾ പറഞ്ഞാല് നീ ആരുടെ പറയാനെന്ന് പറഞ്ഞില്ലല്ലോ. അച്ഛനും കൂട്ടാളികളും എല്ലാം ഗോരസങ്ങളെല്ലാം നിറച്ചിട്ടുണ്ട്. ഏത് പാല്, വെണ്ണ, തൈര്, മോരെല്ലാം നിറച്ചിട്ട് പോവാ അവിടത്തേക്ക് ദേവേന്ദ്രനും പൂജ നടത്താൻ, യാഗം നടത്താൻ വേണ്ടി. കാരണം ദേവേന്ദ്രനാണ് മഴ പെയ്യുന്നത് അല്ലേ? ദേവന്മാര് പെരുമ്പറ മുറിക്കുന്ന ദേവദുന്ദുബിയാണല്ലോ. പിടി ദുന്ദുന്ദും ദുന്ദുബിനാദം നാദം നാദം ദുന്ദുന്ദും ദുന്ദുബിനാദം നാദം നാദം ദേവദുന്ദുഭീതൻ വർഷമംഗളഘോഷം ദുന്ദുന്ദും ദുന്ദുബിനാദം നാദം നാദം ഇന്ദ്രധനുസ്യന്തി വരുന്ന വലാഹലമേ കലാഹന സേനകളെ വന്നാലും ഇതിലേ 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 ദേവദുന്ദുഭീതൻ വർഷമംഗളഘോഷം. മഴ പെയ്യുമ്പോ വൈശാലി സിനിമയിലെ പാട്ടാ എന്നാ കൃഷ്ണൻ പറഞ്ഞു. അച്ഛ, ദേവേന്ദ്രനൊന്നും ഇതിൽ വലിയ പങ്കൊന്നുമില്ല. കേരളത്തിൽ മഴ പെയ്യുന്നത് പശ്ചിമഘട്ടമുള്ളത് കൊണ്ടാണെന്ന് മാതൃകാട്ടിൽ പറഞ്ഞില്ലേ? അതുപോലെ അമ്പാടിയിൽ മഴ പെയ്യുന്നത് ഗോക്കളെ വർദ്ധിപ്പിക്കുന്ന ഗോവർദ്ധന പർവ്വതമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പൂജിക്കേണ്ടത് ഗോവർദ്ധന പർവ്വതത്തെയാണെന്ന് പറഞ്ഞപ്പോ ഒരു പയ്യൻ പറഞ്ഞത് കേൾക്കാൻ തയ്യാറാവുന്ന മനസ്കതയുള്ള അച്ഛനായിരുന്നു നന്ദഗോപർ അല്ലേ? അതാണ് അച്ഛനും മക്കളും തമ്മിലുള്ള ജനാധിപത്യ ബോധം. അമ്മയെയും കൂട്ടിയിട്ട് കൃഷ്ണൻ യമുനാ നദിയുടെ തീരത്ത് പോയിട്ട് രാഗങ്ങളോരോന്നേ ഗോകുല നായകൻ നീളം കലർന്നങ്ങൂ പാടുന്നേരം. പാട്ടങ്ങ് നിർത്തിയപ്പോ എന്താ നിർത്തിക്കളഞ്ഞ്? അത് അമ്മ ഈ യമുനയുടെ ഓളങ്ങൾ കരയിലേക്ക് വരുന്നുണ്ട്, ഒന്നും തിരിച്ചു പോകുന്നില്ല. എന്താ അത് എന്ന് പറഞ്ഞപ്പോ തിരിച്ചു പോകുന്നില്ല. എനിക്കെന്താ വേറെ പഠിക്കാനൊന്നും ഇല്ലെന്നല്ല ചോദിച്ചത്. അത് നിന്റെ ഓടക്കുഴലിൽ കേട്ടിട്ട് പിന്നോട്ട് പോകാൻ മനസ്സ് വരാത്തത് കൊണ്ടാണ് കണ്ണാ. കണ്ണന്റെ വേണുവിൽ നിന്നുയരുന്നൊരീണത്തിൽ പുളകിതയാമൊരു യമുന തന്നോളങ്ങൾ മുന്നോട്ടു പോകാൻ മനസ്സു വരാഞ്ഞ് താളത്തിലങ്ങിനെ തങ്ങി നിൽപ്പൂ, താളത്തിലങ്ങിനെ തങ്ങി നിൽപ്പൂ എന്ന് പാടിക്കൊടുക്കുന്ന ആ അമ്മയാണ് കണ്ണന്റെ യശസ് ദാനം ചെയ്തവൾ. കണ്ണനെ യശസ്സിലേക്ക്, പ്രശസ്തിയിലേക്ക് കൊണ്ടുവന്ന ദാനം ചെയ്തവൾ യശോദ. യശോദ എന്ന് പറഞ്ഞാൽ യശസ് കൊടുത്തവൾ എന്നാണ്. നിങ്ങളെല്ലാം മക്കളുടെ യശസ് വർദ്ധിപ്പിക്കുന്നവരാണോ? ബന്ധുക്കളോ അലക്കക്കാരോ വന്ന് ചോദിക്കൂ, എങ്ങനെയുണ്ട് മോന്റെ പഠിപ്പ്? എന്ത് പഠിപ്പ്? എപ്പം നോക്കിയാലും മൊബൈൽ നോക്കിയിരിക്കുക, എപ്പം നോക്കിയാലും ഗെയിം കളിയല്ലേ? സ്വന്തം മക്കളുടെ കുറ്റവും കുറവും കുടുംബക്കാരോടും നാട്ടുകാരോടും വർണ്ണിച്ചു കൊടുക്കുന്ന പൂതനകളായി മാറുന്നു നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ അല്ലേ? മക്കളെ ആളെ മുന്നിൽ അപമാനിക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരം? അവർക്കും വ്യക്തിത്വമുണ്ട്, അവർക്കും അഭിമാനമുണ്ട്. മറ്റുള്ളവരുടെ മുന്നിൽ അപഹസിക്കാൻ നിങ്ങൾ ചോറ് കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. ആ മക്കളും ഭാര്യയും കുടുംബത്തോട് വെച്ചിട്ടുള്ള ആർദ്രത വളർത്താൻ നിങ്ങളുടെ ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റനാവണം. ആശയവിനിമയം സോഫ്റ്റനാവണം. എങ്ങനെയാ ചപ്പാത്തി സോഫ്റ്റനാക്കാൻ എന്തെല്ലാം ഡൗൺലോഡ് ചെയ്യും? ഇഡ്ഡലി